അപ്പം എന്തായാലും എല്ലാവരുടെയും വിശേഷം. ഞാൻ ദേ ചായ എടുത്ത് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ അതേ ഇസാപ്പി ഇവിടെ കളിക്കുന്നത് കണ്ടത്. എന്നപ്പോൾ അത് എന്താ കളിക്കുന്നത് നോക്കട്ടെ. എന്തിട്ട് കളിക്കണേ? എന്തിട്ട് ഉണ്ടാക്കാണോ? എന്ത് ഫ്രണ്ട് ഫ്രൈസാ? ഫ്രണ്ട് ഫ്രൈസ് ഫ്രണ്ട് ഫ്രൈസും 5 ഡേയ്സും. ആഹാ, ഫ്രഞ്ച് ഫ്രൈസ് എവിടെ? കൊണ്ടുവന്ന് തരോ? എനിക്ക് വിശക്കണ്, വേഗം കൊണ്ടാ. ആ കസേര ഇരിക്കാം. ഇവിടെ ഇരുന്ന് ഒരു ഗ്ലാസ് ചായ കുടിക്കണേ. എനിക്ക് ഫ്രൈഡ് റൈസ് വേണ്ട. എനിക്ക് കുഴിമന്തി മതി. പാത്രത്തിൽ ചൂടില്ലേ? പാത്രത്തിൽ? ഈ ക്ലിപ്പാണ് എനിക്ക് തിന്നാൻ തന്നെ. പിന്നെ എനിക്ക് വിശന്നിട്ട് വേണല്ല. അങ്ങനെ ഇരുന്നാ മതിയാ? ആയിക്കോട്ടെ. ഗ്യാസിന്റെ ഇവിടെ തീ കുറയ്ക്കൊക്കെ ചെയ്യാലാ? കുറയ്ക്കൊക്കെ ചെയ്യാലാ? കുറയ്ക്കും കൂട്ടിയൊക്കെ ചെയ്യാലാ? അതല്ലേ. ഇതെവിടുന്ന ചേച്ചി ഗ്യാസ് മേടിച്ചേ? പള്ളിക്കാട്ടീന്നാ? ഏത് പള്ളിക്കാട്ടീന്നോളെ? പള്ളിപ്പെരുന്നാളിനാ? പള്ളിപ്പെരുന്നാളിന്റെ അവിടെ ഒരു കല്യാണം ഉണ്ടായി, എന്നിട്ട് അവിടെ നിന്ന് ഒരു ചേട്ടൻ തന്നതാ. അത് ശരി. ഇത് ഉടുപ്പ് തിരിച്ചാണല്ലേട്ടാണ്. തിരിഞ്ഞേ പുതിയ ഫാഷനാണാ? ഭയങ്കര കളിയിലാണ് കേട്ടോ. അപ്പം നാളെ ദേ റംസാൻ മാസം തുടങ്ങിയിട്ടാ ഞങ്ങളുടെ. ഇന്ന് വെളുപ്പിന് പിടിക്കണം. പിന്നെ എന്താ പറയുക, ദേ എൻ്റെ പണികളൊക്കെ ഒരുവിധം ഒതുങ്ങി. ഞാനപ്പോൾ മറ്റേ ബ്ലാങ്കറ്റ് കഴുകിയിട്ടുണ്ടായില്ല, അപ്പോൾ അതും കൂടി മിഷ്യത്തിലേക്ക് ഇട്ടേക്കാണ്. ദേ കുറച്ച് തുണികൾ അലക്കാനുണ്ടായി, അതും അലക്കി വിരിച്ചിട്ട്. അപ്പം ദേ അവളുടേതായ കളിയിലാണ് അല്ലേ? നല്ല കാറ്റ്. ഇവിടെ ബാക്ക് വശത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റാണ് കേട്ടോ. പുറകുവശത്തെ പാടമാണേ ഞങ്ങളുടെ. അപ്പോൾ നല്ല കാറ്റുണ്ട്. വൈകുന്നേരങ്ങളിൽ ഭയങ്കര കാറ്റാണ്. പിന്നെ രാവിലെയും നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ അവളുടേതായ കളിയിൽ മുഴുകിയിരിക്കുകയാണ്. എനിക്കെന്തോ ഫ്രഞ്ച് ഫ്രൈസും ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കി തരാമെന്നുള്ള മൈൻഡിലാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. പിന്നെന്താ, വേറെന്താ വിശേഷം? എല്ലാവരുടെയും സുഖമാണോ? പിന്നെ ഹോസ്പിറ്റൽ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടില്ല. എൻ്റെ ടാബ്ലറ്റ്സൊക്കെ തീർന്നിട്ടില്ല. അപ്പോൾ അത് തീർന്നാലാണ് ഇനി എനിക്ക് ചെല്ലാൻ പറഞ്ഞേക്കണം. വേറെ 2-3 ടെസ്റ്റും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്തിട്ട് വേണം ഇനി ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇടാം കേട്ടോ. നല്ലതാണോ ചായ? അടിപൊളിയാണോ? ഏലക്കിട്ട് ചായയാണ് അമ്മി. അത് വന്ന് എൻ്റെ ഉടുപ്പിൽ തൂത്തട്ടാ. ചായ കുടിച്ചില്ലേ? ചായ കുടിച്ചു. വാ. ആര്? കൊച്ചുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാ? ഇത് നിലത്ത് ചാടിക്കണോന്നാണല്ലോ പറയണാണോ? നിലത്ത് ചാടിക്കട്ടെ. അയ്യോ, അത് സോറി ചേച്ചി, ഞാൻ കണ്ടില്ല, നിലത്തിട്ട്.
കേക്കല അതെന്താ നിലത്തി അടിച്ചോണ്ടാ? അപ്പൊ ചേച്ചിയല്ലേ പറഞ്ഞ നിലത്ത് ചാടിക്കാൻ? അപ്പൊ ഏതോ കടക്കാരനെയൊക്കെ വിളിച്ച് പറയണ്ടേട്ടെ ഞാൻ നിലത്ത് ചാടിച്ചെന്നും പറഞ്ഞിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവളുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ടെൻഷൻ പകുതി പൊക്കോളും. കാരണം വർത്താനങ്ങൾ അങ്ങനത്തെയാണേ, നമുക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ തോന്നും. ഇത് ആര് വിളിച്ചു പറഞ്ഞേ? എന്തിന്? അതിപ്പോ ചേച്ചി നിലത്ത് അടിച്ചല്ല, അത് കറിയിലേക്ക് ഇടൂലേ? എന്തുട്ടാ പൊക്കിയത്? എന്തുട്ട്? അപ്പൊ രാവിലെ ആയാ? ഇത്ര പെട്ടെന്ന് രാവിലെ ആയാ? എന്റെ പൊന്നെ, എന്ത് പെട്ടെന്നല്ല നേരം വെളുത്തേ. ചേച്ചി ചായയൊക്കെ കുടിച്ചാ? ചേച്ചി ചായയൊക്കെ കുടിച്ചാ? ഞാൻ തന്ന ചായ കുടിച്ചല്ല? ഞാൻ തന്ന ചായ കുടിച്ചില്ലേ? അതെ, ഇത് ഇന്നലെ ഉണ്ടാക്കിയതാണല്ലോ, ഇന്നലെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണല്ലോ ഇതിനകത്ത് ഇരിക്കുന്നത്. മൂടി വെച്ച ചീത്തയാവൂല അല്ലേ? അണ്ട അത് തന്നെ ഇന്ന് ആൾക്കാർക്ക് കൊടുക്കോ? അണ്ട അത് തന്നെ ഇന്ന് ആൾക്കാർക്ക് കൊടുക്കോ? ആ, എന്നിട്ട് ഇതാണ് ആൾക്കാർക്ക് ഇന്ന് കൊടുക്കണ്ടേ? ഇതാണ് ഇന്ന് ആൾക്കാർ കൊടുക്കണ്ടേ? ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ് ആൾക്കാർ കൊടുക്കണ്ടേ? അത് ശരി. ആൾക്കാർക്ക് വല്ല വയറുവേദനയൊക്കെ എടുത്താലാ? ആൾക്കാർക്ക് വല്ല വയറുവേദനയൊക്കെ എടുത്താലാ? കട അടച്ച് പൂട്ടേണ്ടി വരൂലേ? കട അടച്ച് പൂട്ടേണ്ടി വരൂലേ? ആൾക്കാർ കംപ്ലൈന്റ് കൊടുക്കൂലേ? അന്ന് ഇപ്പൊ അടക്കണേ? വീട്ടീന്ന് അതിനാ? രാവിലെ തൊട്ട് ഞാൻ വെച്ചൊന്നും പോയില്ല. അപ്പൊ ഇത് ചീത്തയായി പോയി. മുളക് പൊടി എടുത്തൊന്നും പോയി. മുളക് പൊടി ഞാൻ പേര് എടുത്തോണ്ടെന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഉമ്മ എടുക്കണൊക്കെ മുളക് പൊടി എടുത്തോണ്ട് പോയിരുന്നു. അയ്യോ വരൂട്ടാ. അതെ, ഞാൻ അവിടെ നിൽക്കുമ്പോ ഒരു വന്നണ്ടാ കുറച്ചുകൾ കൂടി പൈപ്പില് എല്ലാരും നാളെ നോമ്പ് പിടിക്കണേ. കള്ളനോമ്പ് ആരും പിടിക്കരുത്. നാളെ പുള്ള നോമ്പ് പിടിക്കോ? പുള്ള നോമ്പ് പിടിക്കോ? എന്നിട്ട് നാളെ രാവിലെ ചായ കുടിക്കോ? കുടിക്കൂലേ? നോമ്പുണ്ട് പക്ഷേ അല്ലേ? ഇപ്പോഴും നോമ്പുണ്ടാ? അപ്പോൾ അവൾക്ക് ഇപ്പോഴേ തൊട്ട് നോമ്പുണ്ടെന്നാ പറയണ. എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, ഇനി ലാഗ് അടുപ്പിക്കണില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വിശേഷങ്ങളായി വീണ്ടും കാണാം. ബൈ. അപ്പം അതൊക്കെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. അപ്പം എല്ലാം ചെയ്തേക്കണേ. അപ്പം എല്ലാം ചെയ്തേക്കണേ. ബൈ. ബൈ. എന്തൊക്കെ കാണണോട്ടാ.